ഡിയർ എന്നെ പെടുത്താൻ നോക്കണ്ട. എനിക്ക് ഞാൻ പറഞ്ഞില്ല, എന്റെ മനസ്സിലും എന്റെ പ്രവൃത്തിയിലും കളങ്കമില്ല. ഇല്ല, എന്റെ ചിന്തയിൽ പോലും ഇല്ല. ചേട്ടനെ കണ്ടാലേ അറിയാം ചേട്ടാ, ഒരു കളങ്കവും ഇല്ല. ഒരു കളങ്കം ഇല്ലാത്ത ആളാന്ന് മോൻ കണ്ടാലേ പറഞ്ഞു. ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കളങ്കില്ലെന്നല്ലേ ഇപ്പൊ പറഞ്ഞേ? ചോദിച്ചില്ലല്ലോ. അല്ല, കണ്ടാലേ അറിയാം, അതുകൊണ്ട് ഞാൻ ചോദിക്കാത്തത്. പറയല്ലേ, ഞാൻ ചോദിച്ചില്ലല്ലോ. ഇതിപ്പോ ഏതോ ഒരു ഇന്റർവ്യൂല്ലേ സ്വയം ചാക്കോച്ചനെ എങ്ങനെ വിശേഷിപ്പിക്കുന്നത്, സൈക്കോ എന്ന് പറയണത് ഞാൻ കണ്ടു. എനിക്കത് വളരെ സത്യമാണെന്ന് മനസ്സിലായി തുടങ്ങി. ശരിക്കും ഒരു ഫിലിം സ്റ്റാർ ആവണമെന്നാണോ ആഗ്രഹിച്ചിരുന്നത്? അല്ല. അപ്പൊ എന്തായിരുന്നു ജീവിതത്തിലെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പുറപ്പെട്ട് കഴിഞ്ഞപ്പോ പിന്നെ ആഗ്രഹങ്ങളുടെ ഈ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹത്തിന്റെ പുറത്താണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയ ചേച്ചിയോട് പ്രധാനമായിട്ട് പറഞ്ഞല്ലോ, മനസ്സിലായി? എന്താ മനസ്സിലായി? ജീവിതത്തിൽ ഒരു ആഗ്രഹത്തോടെ പുറകെയാണ് ഇപ്പൊ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന്, അതായത് ഫിലിം സ്റ്റാർ എന്നുള്ള ആഗ്രഹത്തിന്റെ പുറകെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞ എന്താണെന്ന് എനിക്ക് തന്നെ മനസ്സിലായില്ല. ഞാൻ ചോദിച്ചത്, ഞാൻ പറഞ്ഞ എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് എന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിട്ടാണ് ഞാൻ ചോദിച്ചത്. പ്രിയ ചേച്ചിയോട് ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാകുന്നത് എന്തിനാണ്? വഴക്കിടാതിരിക്കാൻ വേണ്ടിയാണോ വഴക്കുണ്ടാക്കുന്നത്? ഞാൻ എന്റെ പ്രിയ ഒന്ന് വഴക്കിടാതിരിക്കാവോ എന്ന് പറഞ്ഞാണ് വഴക്കിടുന്നത്. എനിക്ക് പ്രിയ ചേച്ചി ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കണത് എന്തിനാണ്? പ്രിയോടല്ലേ എന്നോട്. എന്നാലും ചേട്ടൻ അറിയായിരിക്കുമല്ലോ, ഒരു ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് മറുപടി പറഞ്ഞു. ഭർത്താവ് എന്ന നിലയ്ക്ക് മറുപടി പറയാൻ പറ്റില്ല. എന്നാലും ഭർത്താവിന്റെ റോളും കൂടെ ഉള്ള ആളാണല്ലോ. അതൊരു റോളല്ലല്ലോ, അത് യാഥാർത്ഥ്യമല്ലേ? അതല്ലേ, ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും എന്നെ ഇങ്ങനെ അറുത്ത് മുറിക്കുന്ന ഇന്റർവ്യൂവിന് ഞാൻ തന്നെ ഇരുന്ന് കൊടുക്കുന്നത്. ഇസാക്ക് ലൈഫിൽ കൊണ്ടുവന്ന പ്രധാന മാറ്റം എന്താണ്? കൊച്ചിന്റെ അച്ഛൻ. അതിനു മുമ്പ് ചാക്കോച്ചനായിരുന്നു, ഇപ്പൊ കൊച്ചിന്റെ അച്ഛനായി. അതാണ് ജീവിതത്തിൽ കൊണ്ടുവന്ന പ്രധാന മാറ്റം. ശരി, സന്തോഷമായി ചേട്ടാ. അവരെന്നെ അങ്ങനെ നന്നായിട്ട് എനിക്ക് മറുപടി തന്നല്ലോ, എനിക്ക് സന്തോഷമായി. ഇസു മിക്കവാറും ചേട്ടനെ യേശുദാസ് ആക്കൂന്ന് പറയണ ഞാൻ കേട്ട്. അങ്ങനെയാണ് യേശുവിന് പാടി കൊടുക്കുന്ന ഒരു പാട്ട് പാടാം. ഞാൻ സാധാരണ അവനെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെയാണ് താഴോട്ട് പാട്ട് പാടാം. അപ്പൊ വീണയെ അങ്ങനെ എടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്നാലും ഫീൽ വരുള്ളൂ. ഞാൻ ഇറങ്ങി ഓടും. ആരാധകർക്ക് ചാക്കോച്ചന്റെ ഒരു പാട്ട് കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ആരാധകന് ഒരു ആരാധികയ്ക്ക് ഞാൻ പാട്ട് അല്ല അങ്ങനെ ഒരു ആരാധികയ്ക്ക് പാട്ട് പാടി കൊടുത്തിട്ടുള്ളൂ. അത് ഭയങ്കര അബദ്ധമായി പോയി. അതിപ്പോ വീട്ടിൽ ഇരിപ്പുണ്ടോ ഞാൻ പറഞ്ഞോ? ഇല്ല, എനിക്കറിയാം. ആ പുള്ളിക്കാരി വേറെ കല്യാണം കഴിച്ചു പോയി. അതാണ് ഞാൻ പറയാൻ വന്നത്. അതാണ് ചേട്ടന് ജീവിതത്തിൽ ഒരാൾ തേച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരു ഇന്റർവ്യൂ. ഇന്നല്ലേ ഒരുപാട് പേര് തേച്ചിട്ടുണ്ടോ? സത്യമായിട്ട് ഞാൻ പറഞ്ഞില്ല, സമയമായി കുട്ടിക്ക് സമയം പെട്ടെന്ന്. അങ്ങനെയാണെങ്കിൽ പെൺകുട്ടി വേണമെന്നായിരുന്നു ആഗ്രഹം എന്നും ഞാൻ കേട്ടു. അങ്ങനെയാണ് പെൺകുട്ടിക്ക് വെച്ചിരുന്ന ഒരു പേര് പറയാവോ? എന്നാൽ ആ സമയത്ത് ഒരു 3-4 പേരുകൾക്ക് നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവായിരുന്നില്ലേ? 2 പേരുടെ. അയ്യടാ, കൊറേ പേരുകൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ഞാൻ ഇവിടെ ഇരുന്ന എല്ലാ ഇന്റർവ്യൂ 3-4 കൊല്ലം മുന്നോട്ടുള്ള ഇന്റർവ്യൂസ് ഒക്കെ ഞാൻ ഇരുന്ന് കണ്ടപ്പോ അതിനകത്ത് ഇങ്ങനെ പറയണ കേട്ടോ, പല പേരുകളിൽ നിന്ന് പ്രിയയാണ് ഈ പേര് ചൂസ് ചെയ്തതെന്നൊക്കെ.